ആശംസിച്ച ശ്രീമാൻ ചന്ദ്രബാബു അവരുടെ ആരാധനായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഇരിങ്ങാലക്കുട ജില്ലാ സംഘചാലക് ശ്രീ ദിവാകർജി, ബാലഗോപാൽജി, വേദിയിലുള്ള ശ്രീ മോഹൻദാസ് അവർ, ശ്രീ ദിവാകർജി, ശ്രീമാൻ ഉദയഘോഷ്, പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ എനിക്ക് പരിചിതരായിട്ടുള്ള ഇന്ദിരയും അതുപോലെ ശ്രീമതി പ്രമേയൊക്കെ ചേച്ചിയൊക്കെ ഉണ്ട്. ഇത് മത്സ്യപ്രവർത്തക സംഘത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഓരോ മേഖലകളിലും കടന്നു ചെല്ലുകയും ആ മേഖലകളിൽ കരുത്തരായിട്ടുള്ള കാര്യകർത്താക്കന്മാരെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിയോഗിക്കുകയും ആ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ വളരെ യശസ്സോടുകൂടി നിൽക്കുന്ന ഒരു കാലാംശത്തിലാണ് ഇരിങ്ങാലക്കുട സംഘ ജില്ലയിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംഘചാലകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ഒരു പ്രതിനിധി സമ്മേളനം ഇവിടെ ഒരുമിച്ച് വിളിച്ചു ചേർത്തിരുന്നു. ആ സമയത്ത് ഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കൂടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രി നമുക്ക് സ്നേഹത്തോടുകൂടി മോദിജി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ്. ശ്രീമാൻ ജോർജ് കുര്യന് വേറെയും വകുപ്പുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്കടുത്ത് ഏതെല്ലാം രീതിയിൽ കേന്ദ്രവും കേരളവുമായിട്ടുള്ള മത്സ്യ മേഖലയുടെ വിഷയങ്ങൾ അക്ഷരാർത്ഥത്തിൽ പരിശോധിക്കുകയും അത് പഠിക്കുകയും അത് നമ്മുടേതായുള്ള ആവശ്യങ്ങൾ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിക്കാൻ പ്രതിനിധി സമ്മേളനത്തിന്റെ ഒരു കരട് രൂപരേഖ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയുക്തമാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ടീം പ്രവർത്തകരാണ് സാധാരണക്കാരെ സഹായിക്കാൻ കെൽപ്പുള്ള. ഇവിടെ തന്നെ പ്രാർത്ഥനാ ഗീതത്തിൽ പറഞ്ഞു, അതായത് തുടക്കം മുതൽ അനാദിയായിട്ടുള്ള കാലഘട്ടം മുതൽ വേദകാലഘട്ടത്തിലും പിന്നീട് വന്ന 4 യുഗങ്ങളിലും അമ്മയായിട്ട്, അല്ലെ, ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു, കടലിനെ അമ്മയായിട്ട് കാണുന്നു. അവിടെ തന്നെ വേദവ്യാസ മഹർഷിയെ സ്മരിക്കുന്നു. വേദവ്യാസ മഹർഷിയുടെ അമ്മയെ കുറിച്ച് പ്രാർത്ഥനാ ഗീതത്തിൽ പറയുന്നു. അപ്പോ നമ്മൾ പറയും, അതായത് ശരിക്കും ഒരു വ്യക്തിയുടെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ നാഡീമിടിപ്പായിട്ടുള്ള ഒരു സംഘടനയാണ്, പ്രസ്ഥാനമാണ് മത്സ്യപ്രവർത്തക സംഘം എന്ന് പറയുന്നത്. ഈ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ നമുക്ക് അവതരിപ്പിക്കാനും പറയാനും സാധിക്കുന്ന രീതിയിൽ ഒരു മലയാളി തന്നെ വകുപ്പ് മന്ത്രിയായിട്ട്, സഹമന്ത്രിയായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കേരളം സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. വെറുതെ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടത് മറൈൻ പ്രൊഡക്റ്റിന്റെ എക്സ്പോർട്ട്, അതിന്റെ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്തിന് ഏതാണ്ട് 57 ലക്ഷം കോടിയിൽ പരം തുകയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരവസ്ഥയിലേക്ക് മത്സ്യപ്രവർത്തകർ, കടലിൽ പണിയെടുക്കുന്നവർ
അവരുടെ അത്യധ്വാനം കൊണ്ട് അവർക്ക് ഈ രാജ്യത്തിന് ആകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ആ മറൈൻ മേഖല ചർച്ച ചെയ്യുകയാണ്. ലോകത്തെ വിദേശ രാജ്യങ്ങൾ, വലിയ വികസിത രാജ്യങ്ങൾ, ആ വികസിത രാജ്യങ്ങൾ നമ്മുടെ ഈ ശക്തിയെ, മത്സ്യപ്രവർത്തനത്തിന് പോകുന്നവരുടെ ശക്തി സ്രോതസ്സിനെ ലോകം ചർച്ച ചെയ്യുന്ന ഡിബേറ്റുകൾ, ക്ലാസുകൾ അവർ ഭാരതത്തെ ഉറ്റുനോക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും ഒരു വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തിന്, ഭാരതത്തിന് നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഒരു ചെറിയ വിഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ കേരളത്തില് 6396 കോടി രൂപ കേരളത്തിന് സംഭാവനയാണ്. നമ്മുടെ മത്സ്യപ്രവർത്തന മേഖലയിൽ പണിയെടുക്കുന്ന സഹോദരന്മാരുടെ, അവിടെ തന്നെ കടലോര മേഖലയിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, പണികളെല്ലാം ചെയ്യുന്ന അമ്മമാര്, ഇവര് കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ അല്ലെങ്കിൽ അധ്വാനിക്കാൻ, അത് വിൽപ്പന നടത്താൻ, അവരുടെ കരകളിൽ നിന്ന് ശക്തി സ്രോതസ്സായിട്ട് കാറ്റായാലും മഴയായാലും വെയിലായാലും എല്ലാത്തിനെയും സഹിച്ചുകൊണ്ട് വീടിനകത്തിരിക്കുന്ന അമ്മമാർ, പെൺകുട്ടികൾ, അവരുടെ എല്ലാം തന്നെ മനസ്സിന്റെ അധ്വാനം കൊണ്ട് കൂടിയാണ് കടലിനകത്ത് മത്സ്യപ്രവർത്തകർ പോയിട്ട് പണിയെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അത്രയും കേരളത്തിന് ലഭിക്കുമ്പോ ഇതിനനുസരിച്ചുള്ള ഒരു സുരക്ഷിതത്വം അത് മത്സ്യപ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ കേരള സംസ്ഥാനം അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതിന് എന്ത് രീതിയിലും കടുത്ത ജോലി ചെയ്യാൻ തയ്യാറുള്ള, നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ, ഒരു പ്രളയം ഉണ്ടായാൽ അതിന് മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് പട്ടാളക്കാരെ പോലെ പ്രവർത്തിച്ച ആളുകളാണ് മത്സ്യപ്രവർത്തകർ എന്ന് പറയുകയും അവരുടെ വള്ളവും വലയും അവരുടെ അത്യധ്വാനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ നഷ്ടപ്പെട്ടിട്ട് കൂടി അവർ ക്യാപ്റ്റന്മാരെ പോലെ, ഭടന്മാരെ പോലെ എന്റെ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും ഞാൻ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു. പ്രവർത്തനശേഷി ഉപയോഗിച്ചു. നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ ദുരിതത്തിൽ ആളുകൾക്ക് കൂട്ടായി, ആളുകളുടെ ജീവൻ രക്ഷിച്ചു. എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അപമാനിക്കുന്ന സാഹചര്യത്തിലൂടെ പലപ്പോഴും കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ഇവിടുത്തെ മനുഷ്യരുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിലകൊള്ളുകയാണ്. ഈ ജനങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, അവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ, അവരുടെ കുട്ടികൾക്ക് നല്ല കോളേജുകൾ ഉണ്ടാക്കാൻ, നല്ല ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കാൻ, അവിടെ റിസർച്ച് ചെയ്യുന്ന, അവിടെ പഠിക്കുന്ന, ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന, ടെക്നോളജിയുടെ മെസ്മറിസം കൂട്ടിച്ചേർത്തുകൊണ്ട് മത്സ്യമേഖലയെ എങ്ങനെ മുന്നേറ്റണം എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന, കുട്ടികളെ വരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു നാടാണ് കേരളം. എന്നാൽ കേരളത്തിൽ അതിനൊന്നും സൗകര്യമില്ല. ഏറ്റവും കൂടുതൽ കപ്പലുകൾ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ എന്താകണം, നിങ്ങൾ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയുടെയും ഭാഗമാകണം. നിങ്ങൾ ജോലി ചോദിച്ചുകൊണ്ട്, ജോലി യാചിച്ചുകൊണ്ട് അങ്ങനെ നടന്നു പോയി സർട്ടിഫിക്കറ്റുമായിട്ട് നടന്നു പോകുന്ന ആളുകളല്ല വേണ്ടത്. നിങ്ങൾ ആളുകൾക്ക് ജോലി കൊടുക്കണം, നിങ്ങൾ കച്ചവടം നടത്തണം, നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കാൻ നിങ്ങളെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ആ കേന്ദ്ര ഗവൺമെന്റ് ഈ പണം കോടിക്കണക്കിന് രൂപ മത്സ്യമേഖലയ്ക്ക് വേണ്ടി തരാൻ തയ്യാറാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്താൻ അതത് സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണം. കാരണം എന്താണ്? ഫെഡറൽ സംവിധാനം നിലനിർത്തിയാണ് നമ്മുടെ രാജ്യത്ത്, എല്ലാവർക്കും അറിയാം. അപ്പോ മറ്റു കടലോരമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അവിടുത്തെ ഫിഷറീസ് മേഖല കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിമാർ, അവർ പോയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് ഇവിടുത്തെ മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി എന്ത് കിട്ടുമെന്ന് പരിശോധിക്കുമ്പോ കേരളം രാഷ്ട്രീയ മാനം നോക്കിക്കൊണ്ട്, രാഷ്ട്രീയത്തിന്റെ ഞങ്ങൾ വേറെ പാർട്ടിക്കാരാണ് കേരളം ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്രം നൽകിയിട്ടുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചിരിക്കുന്ന ഒരു നാടായിട്ട് ഈ കേരളത്തെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത് ഫിഷറീസ് മേഖലയിൽ മാത്രമല്ല, ടൂറിസത്തിന്
ഗോപി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയുടെ പെട്രോളിയം സാധ്യതകളെ കുറിച്ചും ചർച്ച വേണ്ട, ടൂറിസത്തെ കുറിച്ചും ചർച്ച വേണ്ട. 10 തൊഴിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കിടയിൽ, അങ്ങനെയുള്ള ജനപ്രതിനിധികൾക്കിടയിലാണ് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഭടന്മാരായി മാറിയത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കാതെ, അല്ലെങ്കിൽ കുടുംബത്തെക്കാൾ കൂടുതൽ അവരുടെ സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും രംഗപ്രവേശം ചെയ്തുകൊണ്ട് കേരളത്തെ ദുരന്ത മുഖത്തു നിന്ന് രക്ഷിച്ചപ്പോ അന്ന് ബിഗ് സല്യൂട്ട് നൽകിയിട്ടുള്ള ഗവൺമെന്റ് നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ്. മത്സ്യമേഖലയെ കുറിച്ച് മറന്നുപോയി. ആ അധ്വാനത്തിന്റെ, വിഭവശേഷിയുടെ, കരുതലിന്റെ, കാരുണ്യത്തിന്റെ എല്ലാ നല്ല ഗുണങ്ങളും സ്വാംശീകരിച്ചെടുത്ത് അവർ ഉപയുക്തമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നു എന്നത് ഒഴിച്ചാൽ പാവപ്പെട്ടവരുടെ കുടിലിന്റെ അവസ്ഥ, പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂളുകളുടെ അവസ്ഥ, കോളേജുകളുടെ അവസ്ഥ, അവർക്ക് നല്ല രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ഉണ്ടാക്കേണ്ട വസ്തുത എല്ലാം ഇന്ന് ചോദ്യചിഹ്നമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ മത്സ്യ ലഭ്യതയുടെ കുറവ് വരുമ്പോൾ വലിയ വലിയ അപകടങ്ങളെയും വെല്ലുവിളികളെയും നോക്കാൻ, അല്ലെങ്കിൽ അതിനെ ഭേദിക്കാൻ, ആ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ 2012 തന്നെ ഒരു കണക്ക് നമ്മുടെ മുന്നിലുള്ളത് ഏതാണ്ട് 3,99,000 ടൺ മത്തി ലഭിച്ച സമയം. ആ സമയത്ത് ഇന്ന്, അതായത് ഏറ്റവും സാധാരണക്കാരൻ വാങ്ങുന്ന ഒരു മീനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്ന് അത്ര ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 2021 കണക്ക് പരിശോധിക്കുമ്പോ അത് 3,298 ടണ്ണായിട്ട് കുറഞ്ഞു. അത്രേ നമുക്ക് കടലിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുള്ളൂ, അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മത്സ്യമേഖലയിലെ പാവപ്പെട്ടവർ പോയി പണിയെടുക്കുന്ന, ജീവിക്കുന്ന, അവർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാത്തത് കൊണ്ടും, കടലിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തത് കൊണ്ടും, പാരിസ്ഥിതിക മലിനീകരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കടലമ്മയെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കാത്തത് കൊണ്ടും, തീരദേശത്ത് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഈ മത്സ്യ വിപണനത്തെ കൂടുതലാക്കാൻ സാധിക്കാതെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മേഖലയിൽ മാത്രമല്ല. നമ്മൾ അരി ഉത്പാദനം നടത്തുമ്പോൾ നമുക്ക് പാടശേഖരങ്ങളുണ്ട്, അരിയില്ല. ആന്ധ്രക്കാരനെ പോയി കണ്ട് കൈകൂപ്പി തൊഴുതു നിന്ന് ഞങ്ങൾക്ക് വീട്ടിലെ കഞ്ഞി കുടിക്കണമെങ്കിൽ നിങ്ങൾ അരി തരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉള്ളതുപോലെ തന്നെ നമ്മളെ എക്സ്പോർട്ട് ചെയ്ത് അയക്കാൻ ശേഷിയുള്ള, സൗകര്യമുള്ള ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഉപജീവനമാർഗം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള മത്സ്യ വിപണനത്തിന് സാഹചര്യം ഒരുക്കാൻ സാധിക്കാതെ ഇത് പാവപ്പെട്ടവർക്ക് 1 കിലോ മത്തി ഇത്ര രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഗുണം അത് ഈ പിടിച്ചുകൊണ്ടുവരുന്ന ആൾക്ക് കിട്ടുന്നുണ്ടോ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആധികാരികമായിട്ട് സംഘടനയ്ക്ക് വ്യക്തമായിട്ട് പ്രതിനിധി സമ്മേളനത്തിൽ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് സ്റ്റേറ്റിൽ, ഈ സ്റ്റേറ്റിലെ ഒരു ചെറിയ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 10.10 ലക്ഷം മത്സ്യത്തൊഴിലാളികള് ക്ഷേമനിധി ബോർഡിൽ 10 ലക്ഷത്തോളം, അല്ലെ, 10 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡില് രജിസ്റ്റർ ചെയ്യണം എന്നാണുള്ളത്. അത്ര ആളുകളാണ് ഉള്ളത് കേരളത്തിൽ. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ മത്സ്യമേഖലയിൽ പണിയെടുത്തിട്ടും ഇന്ന് നിയമപരമായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് 2.5 ലക്ഷം പേരുടെ കണക്കാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കി ആളുകളുടെ കണക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കണക്കുണ്ടെങ്കിലല്ലേ ആ കണക്കനുസരിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടും. കണക്ക് വ്യവസ്ഥാപിതമായിട്ട് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ കണക്ക് വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന് അതിന് ഇൻട്രസ്റ്റ് വേണം, അവർക്ക് താല്പര്യം വേണം. ആ താല്പര്യത്തിന് അനുസൃതമായിക്കൊണ്ട് കേന്ദ്രവുമായിട്ട് ചർച്ചകൾ നടത്തണം. ഇതെല്ലാം ചെയ്യേണ്ടതിന് പകരം കേന്ദ്രത്തിന്റെ, ഞാനിവിടെ ഒരു രേഖ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുള്ള വസ്തുതകളുടെ ഒരു, ഞാൻ സമയം അതിക്രമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിപ്പോ സംസാരിക്കുന്നില്ല, ഒരു രേഖ ഞാൻ സംഘടനാ പ്രവർത്തകർക്ക് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു രേഖ ഞാൻ കൈമാറുന്നുണ്ട്. അതൊന്ന് വായിക്കുകയും അത് പരിശോധിക്കുകയും അത് കടലോര മേഖലയിലുള്ള വീടുകളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ ചേർത്തുകൊണ്ട്
സമര സംഘടനയായിട്ട് നമുക്ക് മാറാൻ ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് അറിയാം, ഇന്ന് കേരളത്തെ കുറിച്ച് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു മത്സ്യ പ്രവർത്തക സംഘത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേവലം ഒരു ജോലി എന്നുള്ള രീതിയിലല്ല ഈ കടലിൽ പോകുന്നതും നമ്മൾ പൈസ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു ഭാഗത്ത് പൈതൃകത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആ പൈതൃകത്തിന് അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിത നിലവാരത്തെ ക്രമപ്പെടുത്തുന്ന ആളുകളാണ്. നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികൾക്ക് പ്രാർത്ഥന ചൊല്ലാനും അറിയാം, അവർക്ക് പ്രാർത്ഥന കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനും അറിയാം, അവർക്ക് എങ്ങനെയാണ് ഈ സമൂഹം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നതിന്റെ ആദർശ ശുദ്ധിയെ കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനും അറിയാം എന്നുള്ളതാണ്. എന്നാൽ കേരളത്തില് ചില മേഖലകളിൽ ചില ആളുകളെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ഓരോ സംഘടനകൾ രൂപപ്പെടുന്നത്, ആ രൂപപ്പെടുന്നതിന് വിരുദ്ധമായിട്ട് അവര് പോലും അറിയാതെ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് അവരെ ചില മേഖലകളിലേക്ക് തിരിച്ചുപിടിക്കുകയാണ്. എന്താണ്? അവരുടെ കുട്ടികൾ അമ്പലത്തിൽ പോകണ്ട, അവരുടെ കുട്ടികൾ പ്രാർത്ഥിക്കണ്ട, അവരുടെ കുട്ടികൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാൽ മതി, അവരുടെ കുട്ടികൾ നാടിന് എതിരായിട്ടുള്ള ഏതൊരു വിധ്വംസക പ്രവർത്തനത്തിന് പോയാലും കുഴപ്പമില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണകൂടത്തിന് അവർ നേതൃത്വം കൊടുക്കുമ്പോൾ ഒരേ ജോലി ചെയ്യുന്ന, ഒരേ തൊഴിലെടുക്കുന്ന, ഒരു കടലമ്മയുടെ മടിത്തട്ടിൽ ഈ പണിയെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളിൽ മാറി ചിന്തിച്ചുകൊണ്ട് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരായിരിക്കണം? അവർ പൊടി പിടിക്കാനുള്ള അവരുടെ ആരോഗ്യവും അവരുടെ യൗവനവും അവരുടെ വാർദ്ധക്യവും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയെ വളർത്താനുള്ള ശേഷിയാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കുട്ടികൾ ഏത് മയക്കുമരുന്ന് കച്ചവടത്തിന് പോയാലും കുഴപ്പമില്ല, അവരുടെ കുട്ടികൾ സർക്കാർ സ്കൂളിന്റെ മുന്നിലെ ലഹരി വിറ്റാലും കുഴപ്പമില്ല, അവരുടെ കുട്ടികളെ ഒരു വലിയ തണലിൽ എത്തിച്ചിരിക്കുന്നു. ഏതാ തണല്? ആ തണൽ എന്ന് പറയുന്നത് അന്യായത്തിന്റെ, അരാജകത്വത്തിന്റെ, അക്രമത്തിന്റെ, ഭീകരതയുടെ ഒരു തണലാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ തണൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് മത്സ്യമേഖലയെ ദൈവീകമായിട്ട് കണ്ടിരുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് പലതും തരാം. കാരണം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഞങ്ങൾക്ക് MLA ഉണ്ട്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുണ്ട്, ഞങ്ങൾക്ക് മന്ത്രിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൊടി പിടിപ്പിച്ച് അവരുടെ മുദ്രാവാക്യങ്ങൾ പിടിപ്പിച്ച് ഈശ്വരനിൽ നിന്ന് പോലും, ഈശ്വരീയമായ ചിന്തയിൽ നിന്ന് പോലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സർവത്ര അരാജകത്വത്തിലേക്കും ആരാന്റെ മക്കളെ തള്ളിവിട്ടുകൊണ്ട് അത് കണ്ട് MLA-യും ഇപ്പൊ അറിയാമല്ലോ, PSC-യുടെ കമ്മീഷൻ ചെയർമാനാകട്ടെ വലിയ വലിയ ആളുകളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം വാങ്ങുമ്പോ ഈ പൊടി പിടിക്കാൻ പോകുന്നവന്റെ കുട്ടിയുണ്ടല്ലോ, അവൻ കടലോരത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അവന്റെ കയ്യിൽ ഇപ്പൊ പറയും എന്തെല്ലാം പേരുകളിലാണ് മയക്കുമരുന്നുകൾ വരുന്നത്. ഈ മയക്കുമരുന്നുകളെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമാകുമ്പോ അത് വിൽപ്പന നടത്തുന്ന ആളുകളെ പിടിക്കാൻ സാധിക്കാതെ അവർക്ക് തണലൊരുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ താവളങ്ങൾ അത് കേരളത്തിൽ വർദ്ധിക്കുകയാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? MLA-യുടെ മകൻ നല്ല സ്കൂളിൽ പഠിക്കുകയാണ്, MLA-യുടെ മകള് നല്ല സ്കൂളിൽ പഠിക്കുകയാണ്, MLA ആരും അറിയാതെ ഗുരുവായൂരിലെ കൃഷ്ണനെ കാണാൻ പോവുകയാണ്. ദേവസ്വം ബോർഡ് മെമ്പറെ വിളിച്ച് പറയും ഞാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ വരുന്നുണ്ട്, എല്ലാ ചടങ്ങുകളിലും അവർ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഈശ്വരനാണ്, അവർക്ക് പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് ആ ചിന്തയുണ്ട്, എന്താണ്? ഞങ്ങള് ഈ ഗണപതിയെയും അതുപോലെ തന്നെ സരസ്വതി വന്ദനവും ഒക്കെ നടത്തിയാൽ നല്ലതാണെന്നുള്ള ബോധ്യമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയന്റെ ഭാര്യ കമല അമ്പലപ്പുഴയിലെ സ്ഥിരമായിട്ട് പാൽപ്പായസം വഴിപാടിന് ഒരാളെ അവിടെ ഒരുക്കിയെടുത്തിട്ടുള്ളത്. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കാര്യത്തില്ല. പക്ഷേ നേതാവ് തീരുമാനമെടുക്കണം. നേതാവിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടത് നേതാവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സർവ്വസാധാരണക്കാർക്ക് കിട്ടണമെന്നുള്ള, അതിനാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത്. സർവ്വ തൊഴിലാളികളും ഒരുപോലെയാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ കൊടി പിടിപ്പിച്ച് ഇന്ന് നമ്മുടെ കേരളത്തില് ഓരോ ഏരിയ കമ്മിറ്റികളിലും മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുകയാണ്. എവിടെ മയക്കുമരുന്ന് ലോബിയുണ്ടോ, എവിടെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടോ, എവിടെ നമ്മുടെ യുവത നശിക്കുന്നുണ്ടോ, എവിടെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിന്റെ മുന്നില് 7 വയസ്സുള്ള കുട്ടി മയക്കുമരുന്ന് കരിയർ ആകുന്നുണ്ടോ, അതിനെ
അതിനെല്ലാം സംരക്ഷണം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെല്ലാം തന്നെ ഈ തമിഴൊരുക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത്? ഇതുകൂടി ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുകൂടി ചർച്ച നടത്തിക്കൊണ്ട് മത്സ്യപ്രവർത്തക സംഘം എന്ന് പറയുന്നത് കടലമ്മയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും സ്വാംശീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ പേപ്പറുകളെല്ലാം തന്നെ നമുക്കൊന്ന് മലയാളത്തിലേക്ക് എടുത്ത് അതിനെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ബഗീഷിന്റെ ഏക ഒരു പ്രതിനിധിയാണ്, അല്ലെ, കടലോരത്തിന് വേണ്ടിയിട്ടുള്ള ഏക പ്രതിനിധിയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ബഗീഷിന്റെ പേര് വിട്ടുപോയതാണ്. അപ്പൊ ബഗീഷ് വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പരിശോധിച്ചിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്തതിനു ശേഷം കേന്ദ്രമന്ത്രിയുമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പ്രത്യേകം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തയ്യാറാക്കി തരികയാണെങ്കിൽ അത് സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് ഈ സംഘടന നടത്തുന്ന പ്രവർത്തനത്തോടൊപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും സഹായിക്കാൻ സാധിക്കും എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം നടത്താനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് ഉടൻ തന്നെ തിരിച്ചു പോവുകയും അവിടെ ചില പണികൾ എടുക്കാനുമുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഇതേ സംഘടനയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഹൃദയം തന്നത്. ഇതേ സംഘടനയിൽപ്പെട്ട ആളുകളാണ്. നമുക്കറിയാം, മാറാടുന്നു ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഏതൊരു മേഖലയിലെ കടലോരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വയംസേവകരെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുവോ അവിടെ നിന്ന് നല്ല മാനസികമായിട്ട് ഊർജമുള്ള, രാജ്യത്തോട് ഏറെയേറെ കൂറുള്ള, കമ്മിറ്റ്മെന്റുള്ള, സ്നേഹമുള്ള, ആദരവുള്ള എത്രയോ ആളുകൾ യഥാർത്ഥത്തിൽ ഒന്ന് വിസിലടിച്ചാൽ ഒരു സേനയുടെ രൂപത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണിനിരക്കാൻ സംഘടിത ശേഷിയുള്ള ഒരു മഹാശക്തിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ മഹാശക്തി നമ്മുടെ തന്നെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ കുട്ടികളിലൂടെ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഈ മഹാശക്തിയുടെ ഒരു വിളംബരമായിട്ട് നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു വലിയ സമ്മേളനം ഒരുപക്ഷെ രൂപീകരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കേന്ദ്രവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 തവണയായിട്ട് ശ്രീമാൻ ജോർജ് കുര്യനുമായിട്ട് മത്സ്യമേഖലയിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് സൂചന നൽകിയിട്ടുണ്ട്. ഞാൻ മത്സരിച്ചത് ആലപ്പുഴയിലായിരുന്നു. അപ്പൊ ആലപ്പുഴയിൽ മത്സരിച്ചു കഴിഞ്ഞ തവണ എന്നുള്ളത് കൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുമായിട്ട് എനിക്ക് നേരിട്ട് അവരുമായിട്ട് ഇടപെടാനും അവർ പറയുന്ന പല കാര്യങ്ങളും പരിശോധിക്കാനും പഠിക്കാനും ചില രേഖകളെല്ലാം തന്നെ അവർ തന്നത് അദ്ദേഹത്തിന് കൈമാറാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന, എങ്ങനെയാണോ പാടശേഖരത്തിൽ കർഷകൻ അന്നം ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ഈ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടല്ലാതെ ഒരു ഗവൺമെന്റിനും, സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് കേരളം ഓരോ സംസ്ഥാനത്തും പ്രഖ്യാപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ അത് മത്സ്യമേഖലയിലെ മുഴുവൻ ആളുകൾക്കും കിട്ടണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ചില അന്യായങ്ങളെ നിങ്ങൾക്ക് ഒരു പരാതിയുടെ രൂപത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കത് കേന്ദ്രത്തിന് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള 300-ലധികം വരുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ ഏതൊക്കെയാണ് നമ്മുടെ മത്സ്യമേഖലയ്ക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുക, അതിലേതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെയാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ചിന്തയും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം വരാൻ പോകുന്ന നാളുകളിൽ എന്തിനാണ് അധികാരം എന്ന് പറയുന്നത് കൃത്യതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് MLA-മാർ ഇല്ലാത്തത് കൊണ്ടാണ്. കേരള നിയമസഭയ്ക്കകത്ത് എണീറ്റ് നിന്നുകൊണ്ട് ഇവിടത്തെ സമസ്ത മേഖലയിലും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ വിഷയങ്ങൾ അത് നിയമസഭയ്ക്കകത്ത് എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ പ്രാപ്തിയുള്ള, അതിന് നല്ല തന്റേടമുള്ള 1/2 ഡസനിലധികം വരുന്ന ആളുകൾ, നിങ്ങളെ പോലെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വോട്ട് കൊടുത്ത്
2ാം സ്ഥാനക്കാരാക്കിയിട്ടുണ്ട്. അതെങ്ങനെയായി? 1ാം സ്ഥാനത്ത് വരാതിരിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെ പരാജയപ്പെടുത്തി. ആ 1/2 ഡസനിലധികം വരുന്ന ആളുകൾ 5 വർഷം മുമ്പ് അവിടെ പോയിരുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായി ഒരു സുവർണ കോറിഡോർ, ഒരു ഇടനാഴി അത് സൃഷ്ടിക്കാൻ, അത് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോഴും വൈകിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ മേഖലകളിൽ നിന്നും കിട്ടുന്ന പരാതികൾ അത് ക്രോഡീകരിച്ചെടുക്കുക, അത് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വകുപ്പ് മന്ത്രിമാരെ ഏൽപ്പിക്കാനും അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കൂടി നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരെയും കാണാൻ സാധിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് ഒരു ചില കാര്യങ്ങൾ പറയാം എന്ന് വാക്ക് തന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി വന്ദേ മാതരം.